ഗുഡ് മോർണിംഗ് ഗായ്സ്. മോൻ പാല് കുടിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും എഴുന്നേറ്റു. അവന് പാലൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ മൊത്തം മുറ്റത്ത് ഇലകളും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് ഇവിടെ മഴ കുറവാണ്. ഇന്നലെ ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് പെയ്തത്. കിണറ്റിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ എന്താ അവസ്ഥ നോക്കാൻ വേണ്ടി ഞാൻ മെല്ലെ നടന്നതാണ്. ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ. കിണറ്റിൽ വെള്ളമൊക്കെ കുറഞ്ഞു, നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 2 പടവേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പം മൊത്തത്തിൽ കുറഞ്ഞു. ചെറുപ്പത്തിൽ ഈ ഒരു സാധനം വെച്ച് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കളിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഇത് വെച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് നോക്കി. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഞാൻ എന്തായാലും പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇല ഒന്നങ്ങോട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. ഇവിടെ എപ്പോഴും രാവിലെ ഇപ്പം നോർമലായിട്ട് റാഗി സ്മൂത്തി ഉണ്ടാക്കുക, റാഗി ബനാന സ്മൂത്തി. പക്ഷേ രാവിലെ വലിയൊരു തത്രപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും വയറ് ഉച്ചവരെ. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കേക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. സ്മൂത്തിയും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഞാനൊന്ന് ഫ്രഷപ്പായി. മോൻ പിന്നെയും പാല് കുടിച്ച് ഉറങ്ങി. പിന്നെ ബാക്കി ഉച്ചക്കേക്കുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏട്ടന് ക്യാരറ്റ്, പൊട്ടറ്റോ ഇതൊന്നും വലിയ താല്പര്യം ഇല്ല സാമ്പാറിൽ കഴിക്കാൻ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഉള്ളിയും തക്കാളിയും മാത്രം വെച്ചിട്ട്, വേറെ ഒന്നുമില്ല ആക്ച്വലി. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും പിന്നെന്താ ഞാൻ ഉണ്ടാക്കി, ഉണക്ക സ്രാവ് ഉണ്ടായിരുന്നു, അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. മെല്ലെ മെല്ലെ എൻ്റെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മോൻ്റെ കൂടെ അവിടെ പോയിരിക്കാം. എന്തെങ്കിലും സിനിമയോ കാര്യങ്ങളൊക്കെ പ്രൊജക്ടറിൽ വെച്ച് കാണാം. വേറെ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടെ ചെയ്യാൻ. രാവിലെ തന്നെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമാണ്. പിന്നെ സാമ്പാർ ഉണ്ടാക്കാനൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരണം. ഞാൻ തന്നെ ഓരോ യൂട്യൂബ് വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടിട്ടാണ് ഓരോന്ന് ഉണ്ടാക്കുക. ആദ്യമായിട്ട് ഞാൻ സാമ്പാർ വെച്ചത് അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സാമ്പാറിൽ പരിപ്പിടണമെന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെയാണെന്നൊരു സാമ്പാർ വയ്ക്കുക. ഞാൻ ആദ്യം ഒരു വലിയ പാത്രം എടുത്തിട്ട് വെള്ളം അങ്ങോട്ട് തിളപ്പിക്കും. എന്നിട്ട് കുറേ പച്ചക്കറി അങ്ങോട്ട് മുറിച്ചിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ നോർമലി വഴറ്റിയിട്ട് ഞാൻ അത് അരച്ചിട്ട് അതിലേക്കാണ് ഒഴിക്കും. കുറേ പുളി അങ്ങ് പിഴിഞ്ഞിടും, കുറേ ഉപ്പിടും. അതായിരുന്നു ആദ്യ കാലത്ത് എൻ്റെ സാമ്പാർ. അത് വെച്ച് നോക്കുമ്പം ഇപ്പോഴത്തെ എൻ്റെ സാമ്പാർ മച്ച് ബെറ്റർ, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ നമുക്കാരും ബോധ്യപ്പെടുത്താനൊന്നുമില്ലല്ലോ. പറ്റുന്ന പോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുക, പട്ടിണി കിടക്കാണ്ടിരിക്കുക, അത്രയൊക്കെ എൻ്റെ പോളിസിയുള്ളൂ. അല്ലാണ്ട് കുക്കിങ്ങിൽ ഒരുപാട് അങ്ങ് പഠിച്ചെടുത്ത് പ്രാവീണ്യം നേടി ഒന്നും എനിക്ക് കിട്ടാനില്ല. പേഴ്സണലി എനിക്കൊന്നും കിട്ടാനില്ല. സോ പറ്റുന്നത് പോലെ തട്ടിക്കൂട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റണം. അതല്ലേ മെയിൻ കാര്യം ഫുഡിൻ്റെ. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാട്ടോ. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുക, കഴിക്കുക, നമ്മുടെ മനസ്സും വയറും നിറയ്ക്കുക. പിന്നെ ബാക്കിയുള്ളവരെന്ത് പറയുന്നു, അവർക്കത് ഇഷ്ടപ്പെടില്ലേ. ഞാൻ ആക്ച്വലി കാസർഗോഡ് തൃശ്ശൂർ കല്യാണം കഴിഞ്ഞ് പോയ സമയത്താണ് ഫുഡിനെക്കുറിച്ചിട്ടും പ്രശ്നങ്ങൾ എനിക്ക് തോന്നി തുടങ്ങിയത്. അതുവരെ ഞാനും എൻ്റെ ബ്രദറും മാത്രമായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഫുഡ് ഉണ്ടാക്കി എനിക്ക് വലിയ ശീലമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും അടിപൊളി, എന്തായാലും എന്നും കഴിക്കും. അവന് പിന്നെ രുചി കാര്യങ്ങൾ അങ്ങനെയൊന്നും അറിയില്ല പാവത്തിന്. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോകുമ്പം ഭക്ഷണത്തിന് ഇത്രയും ഡിഫറൻസസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് മോനും ഏട്ടൻ എന്താക്കുക എന്ന് നോക്കാൻ പോയതാട്ടോ. അവർ രണ്ടാളും റൂമിലിരുത്തിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻസസ് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ കാസർഗോഡ് ഒരു വലിയ അന്തരമുണ്ട് ആ ഒരു 2 സ്ഥലങ്ങൾക്ക് ഇടയ്ക്ക്. തൃശ്ശൂരേക്ക് കല്യാണം കഴിഞ്ഞ് പോയി ഫസ്റ്റ് ഡേ തന്നെ ചപ്പാത്തി എങ്ങനെ ചുടാം എന്ന് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റാണ്. നമ്മുടെ ഒരു കാര്യങ്ങൾ അവിടെ ഇല്ല, എന്നാൽ അവിടുത്തെ ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല.
തൃശ്ശൂരൊക്കെ എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പം കുറച്ച് മിനിമലായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കാസർഗോഡ് അങ്ങനെയല്ല. കാസർഗോഡ് ബ്രേക്ക്ഫാസ്റ്റിന് എത്ര വെറൈറ്റീസാണെന്നറിയോ. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വെറൈറ്റീസ്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി അവിടെ നമ്മളതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ലല്ലോ. ഓരോരാൾക്കും ഓരോ സ്ഥലത്തിനും ഓരോ രീതികളും വ്യത്യാസങ്ങളല്ലേ. അപ്പോൾ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് ദോശ ഇഡ്ഡലി കണ്ട് എനിക്ക് മടുത്തായിരുന്നു. നമ്മൾ ഈ കുറേ വെറൈറ്റി കഴിച്ച് പെട്ടെന്ന് ദോശയിലേക്ക് ഇഡ്ഡലിയേക്കും ചുരുങ്ങിയപ്പം ആ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. പിന്നെ അതങ്ങോട്ട് ശീലമായി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അല്ല അവിടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യുന്നത് എനിക്കത്രയും പോസിബിൾ ആയിരുന്നില്ല. കാരണം ഞാൻ കുക്ക് ചെയ്യുന്നൊരു രീതിയല്ല അവിടുത്തെ ആൾക്കാർ കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന A to Z പഠിക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പം നോർമലായിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ വീട്ടിലത്തെ കുക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കണം എന്നല്ലേ നോർമലി ആൾക്കാർ പറയാം. പിന്നെ എന്തിനാണ് ഈ അമ്മമാർ നോർമലി ഫസ്റ്റ് ഡേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടുന്നത്, അതിങ്ങനെ ഉണ്ടാക്കണം, ഇതങ്ങനെ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയാൽ അവിടുത്തെ ആൾക്കാർ എന്ത് പറയും, ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ഈ വീട്ടിൽ ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ആ വീട്ടിലത്തെ നോർമലി അങ്ങ് പഠിച്ചാൽ പോരെ. എന്തിനാ വെറുതെ നമ്മൾ ഓൾറെഡി പഠിച്ച് പ്രാവീണ്യമൊക്കെ നേടി പോകുന്നത്. ശരിക്കും പെൺകുട്ടികളെ സ്വന്തം വീട്ടിലിരിക്കുമ്പം ഒരു കുക്കിങ്ങും ചെയ്യിപ്പിക്കരുത്, അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങും ചെയ്യിപ്പിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പഠിക്കണം, എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഒക്കെ പഠിച്ചിരിക്കണം. അത് സെൽഫ് കെയറിനും സെൽഫ് സഫീഷ്യൻസിക്കും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരിക്കലും വേറൊരു വീട്ടിൽ പോയി ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവരവന് വേണമെങ്കിൽ അവരവൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. പറഞ്ഞ് എൻ്റെ സാമ്പാർ എവിടെ എത്തി, വറുത്ത് വയ്ക്കുന്നതേ ഉള്ളൂ. ഞാൻ തേങ്ങ വറുത്ത് വയ്ക്കുന്നതിനിടയ്ക്ക് ഞാൻ സ്രാവും കൂടെ അങ്ങോട്ട് നേരെയാക്കി. സ്രാവ് നേരെയാക്കി കഴിഞ്ഞു. സ്രാവിലൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മുളക് പൊടി തിരുമ്പുകയുള്ളൂ. അവിടെ എൻ്റെ അമ്മ ചെറിയുള്ളി ഉണ്ട്, അതും കൂടെ അരച്ച് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉള്ളി തീർന്നു പോയി. നോർമലി ഞാനും ചേർക്കാറുണ്ട്, ഉള്ളി തീർന്നു പോയി. അതുകൊണ്ട് പിന്നെ മുളക് പൊടി തിരുമ്പിയിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറായി കഴിഞ്ഞാൽ ഈ സാധനം കൂടെ അങ്ങ് വറുത്തെടുത്താൽ ഇന്നത്തെ ലഞ്ചും കൂടെ റെഡി. അരി പിന്നെ ഞാൻ പൊന്നിയരിയ വെക്കാറ്, അതുകൊണ്ട് പെട്ടെന്നാവും. കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിക്കേണ്ട, അതിനു മുമ്പേ ഓഫ് ചെയ്യണം. പുറത്ത് പിന്നെയും നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇന്ന് അടിപൊളി ക്ലൈമറ്റാന്ന് തോന്നണം. പൊന്നിയരി ആകുമ്പോൾ അധികം വേവൊന്നുമില്ല, ഒരു 10-15 മിനിറ്റിനുള്ളിലാവും. ഒരു വിസിലടിക്കുന്നതിന് മുമ്പേ കുക്കറിൽ ഓഫാക്കി ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആവി കളഞ്ഞു കഴിഞ്ഞാൽ പൊന്നിയരി റെഡി ആയിട്ടുണ്ടാവും. വിസിലടിച്ചാൽ ചിലപ്പം ചളിപുളിയായിപ്പോവും ചോറ്. ഇനി ഈ തേങ്ങ ഒന്ന് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് അതൊന്ന് ആറിക്കഴിഞ്ഞാൽ അരച്ചെടുത്തിട്ട് ഉള്ളിയും തക്കാളിയും പരിപ്പും വേവിച്ച് മിക്സിയിലേക്ക് ചേർക്കാം. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ എൻ്റെ സാമ്പാർ. പിന്നെ ഞാൻ വേണമെങ്കിൽ ഒന്ന് കടുകും വറുത്തിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഹാഫ് ഡേ കഴിഞ്ഞു.